എഴുന്നേറ്റ് പ്രകാശിക്കുക. റൈസ് അപ്പ് ആൻഡ് ഷൈൻ, റൈസ് അപ്പ് ആൻഡ് ഷൈൻ. നമ്മളോട് ദൈവം പറയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവത്തിന് നമ്മളെ ജീവനുള്ള നക്ഷത്രത്തെ പോലെ, ദൈവത്തെ പോലെ തന്നെ ആക്കി കാണിക്കാൻ ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ പ്രായം ചെന്ന വല്യപ്പച്ചന്മാർ, നമ്മളൊക്കെ പഠിച്ച് വലുതാകുമ്പം വല്യപ്പച്ചന്മാർ അല്ലെ അപ്പന്മാർ നമ്മളെക്കുറിച്ച് അങ്ങ് പുകഴ്ത്തുന്ന കേട്ടാൽ തോന്നിക്കും നമ്മളെക്കുറിച്ചാണോ ഈ പറയുന്നതെന്ന്. അതുപോലെ അവർ നമ്മളെക്കുറിച്ച് പ്രശംസിക്കും. അങ്ങനെ ദൈവം പ്രശംസിക്കുന്നുണ്ട് നമ്മളെക്കുറിച്ച്. അതുപോലെ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്, ഇയ്യോബിനെക്കുറിച്ച് ദൈവം പ്രശംസിക്കുന്ന കാണാം. ദൈവം അതുകൊണ്ടാണ് പിശാചിന് പിടിക്കാഞ്ഞത്. അപ്പം ദൈവം നമ്മളെ നോക്കി പ്രശംസിക്കും. അവൻ്റെ കാര്യം എപ്പം നമ്മൾ എടുത്തു പറഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ദൈവനാമത്തിൽ കൊടുത്താൽ പോലും സ്വർഗത്തിൽ അത് പറയുമെന്ന് ചിന്തിച്ചാൽ എന്തുമാത്രം നന്മ നമ്മളെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും അത് ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എന്നെക്കുറിച്ച് നന്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ഞാനും അത് ചിന്തിക്കുക, എന്നെക്കുറിച്ച് നന്മ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന്. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ ടു തിങ്ക് ലൈക്ക് ദാറ്റ്. നമ്മളെക്കുറിച്ച് ദൈവം നന്മ പറയുന്നു. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെക്കുറിച്ച്, നമ്മളിപ്പോൾ ഒരു കൊച്ചു കുഞ്ഞുണ്ടായെങ്കിൽ ആ കൊച്ചിനെക്കുറിച്ച് എന്തുമാത്രം ഒരു വയസ്സ്, ഒരു മാസം ആകുമ്പോൾ അതിനെക്കുറിച്ച് വർണ്ണിക്കും, ഉണ്ടാകുമ്പോൾ അതിൻ്റെ കണ്ണിനെ വർണ്ണിക്കും, അതിൻ്റെ ചെവി വർണ്ണിക്കും, അതിൻ്റെ മുടി വർണ്ണിക്കും, അതിൻ്റെ കാല് വർണ്ണിക്കും, അതിൻ്റെ എന്തെല്ലാം നമ്മൾ വർണ്ണിക്കും. കാരണം ദ ചൈൽഡ് ഈസ് പ്രഷ്യസ്. അതുപോലെ ദൈവത്തിന് നമ്മൾ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്. ഇത്രയൊക്കെ സത്യം ഈ ഞാൻ പറയുന്നതന്നെ നിങ്ങൾ കേട്ടല്ലോ. ഞാനീ പറയുന്നതിൽ ആബ്സല്യൂട്ട് ട്രൂത്താണ്. അതൊന്നും ഇരുട്ടിന് മറച്ചു വെക്കാനൊക്കത്തില്ല. കർത്താവ് പറയുന്നത്, യെശയ്യാ പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്ക്, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇത്രയും വെളിച്ചം വന്നപ്പോഴത്തേക്ക് പ്രകാശമായി. യാക്കോബയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. സോ ഐ ആം ട്രാൻസ്പോർട്ടിങ് യു ഓർ ട്രാൻസ്ലേറ്റിംഗ് യു ഫ്രം ഡാർക്ക്നെസ് ഇൻ ടു ദ ലൈറ്റ്. അതാണ് എൻ്റെ ഈ വചനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഇരുട്ടിൽ നിന്ന് നമ്മൾ എനിക്ക് ഇപ്പം തന്നെ എൻ്റെ മുമ്പിൽ പലരുടെ മുഖം എൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. അവരൊക്കെ ഈ സൊസൈറ്റിയിൽ വലിയ ആളുകളായിട്ടുള്ളവരാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെയൊക്കെ കാണിക്കുന്നത് ഈ 3 വയസ്സുള്ള പിള്ളേർ ഇന്നർ ക്ലോത്ത്സ് മാത്രം ഇട്ട് നിൽക്കുന്ന വ്യക്തിത്വങ്ങളായിട്ടാണ്. കാരണം അവർ വളർന്നിട്ടില്ല ആത്മാവിൽ. പ്രായം, ഞാൻ 70 വയസ്സുള്ള ഒരാളെ സൗദി അറേബ്യ വെച്ച് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ വള്ളി നിക്കർ ഇട്ടുകൊണ്ട്, വള്ളി നിക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഒരു കൊച്ചു പിള്ളേരിടുന്ന, അതിട്ടുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറയും, ഇദ്ദേഹത്തിൻ്റെ ഇത്രയും പ്രായവും വലിയ പഠിത്തമുള്ള ആളാണ്. പക്ഷേ ഈ ആത്മാവിൻ്റെ വളർച്ചയാണ് ദൈവം നോക്കുന്നത്. എത്ര പേര് വളർന്നുണ്ട്, അല്ലെ വളരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വി നീഡ് ടു ഗ്രോ. എന്നും ഞാനീ പറയുന്ന ചെടി വളർത്തുന്നവർക്കറിയാം. ഈ കുറേ നാളായിട്ട് മുൻപോട്ട് ഇവിടെ ഞാനൊരു പാഷൻ ഫ്രൂട്ട് നട്ടു. ഞാൻ നോക്കിയിട്ട് അതിന് പുതിയ ഇലയും കമ്പും ഒന്നും വരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ജോലിക്കാരനോട് ചോദിച്ചത്, എന്താ ഇവിടെ വെച്ചിട്ട്? അപ്പോൾ പുള്ളി പറയുന്നത് ഏതാണ്ട് ഒന്ന് കടിച്ച് തിന്നുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഈ സൈഡിൽ വെള്ളം വരുന്നത്, നമ്മൾ തുണി കഴുകുന്ന വെള്ളം അവിടെ വാഷിംഗ് മെഷീൻ്റെ വീഴുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ആ ചെടി അവിടെ നിന്ന് മാറ്റി നടാൻ പറഞ്ഞു. ഇപ്പോൾ അത് മാറ്റി നട്ടപ്പം നന്നായി കിളുക്കും. ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. നമ്മൾ നിൽക്കുന്ന നിൽപ്പ് ശരിയല്ലെങ്കിൽ വളരൂല, വേര് ശരിയല്ലെങ്കിൽ ചെടി വളരത്തില്ല, മണ്ണ് ശരിയല്ലെങ്കിലും വളരത്തില്ല. അപ്പോൾ മണ്ണും വേരും എല്ലാം ശരിയായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കാമെങ്കിൽ, ചെടി കൊണ്ട് വെച്ചാൽ അതിൻ്റെ വൃക്ഷമാക്കി കിളുത്തോളും. അതിൻ്റെതായിട്ടുള്ള അതിൻ്റെ ഇൻ്റലിജൻസ് അതിനുണ്ട്. ഒരു വിത്തിട്ടാൽ അത് കിളുക്കണമെന്ന് അതിനറിയാം. ജീവവൃക്ഷത്തിൻ്റെ വിത്താണ് ഞാൻ ഇടുന്നതെങ്കിൽ ആ വിത്തിനറിയാം അത് കിളുക്കണമെന്ന്. സോ ഐ ആം ജസ്റ്റ് സെൻഡിങ് ദി ലിവിങ് വേർഡ് ആസ് ദ സീഡ്. അതുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു, യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എന്നിട്ട് പിന്നെ പറയുന്നു, അന്ധകാരം ഭൂമിയെയും, ഇതൊന്നും മാറിയിട്ട് ഇപ്പോഴും ഭൂമിയിൽ അന്ധകാരം തന്നെ, ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, പക്ഷെ നിൻ്റെ മേലോ യഹോവ ഉദിക്കും. അവിടെയാണ് ശത്രുക്കൾ മുൻപാകെ, നമ്മൾ പാടില്ല, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എന്താ? അപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം എൻ്റെ മേൽ വീഴുമ്പോൾ എനിക്ക് ദൈവം ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കും. എല്ലാ ഇരുട്ടും ഒന്നിച്ച് മാറ്റാനൊന്നും ദൈവത്തിന് പ്ലാനില്ലെന്ന്. ഭൂമി ഇരുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. 2 സയൻറ്റിസ്റ്റൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ.
ഇനി മരിക്കേണ്ട ആവശ്യമില്ലെന്ന്. അത് ജഡത്തെക്കുറിച്ചുള്ളതാണ്, മനസ്സിലായത്. മരുന്ന് കുത്തിവെച്ചിട്ട് വേണേൽ ഇവിടെ ജീവിപ്പിക്കാം. അതല്ല ഞാനീ പറയുന്നത്. നമ്മൾ ആത്മാവിനെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണമില്ല. അപ്പോൾ അവൻ്റെ തേജസ് നമ്മുടെ മേൽ വീഴുന്നു. അപ്പോൾ നീ തലപൊക്കി നോക്കണം. എപ്പോഴാണ് ദൈവ തേജസ് വീഴുമ്പോൾ? നിൻ്റെ പുത്രന്മാർ, യെശയ്യാ 60:4, നിൻ്റെ പുത്രന്മാർ ദൂരത്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴും കാണുന്നുണ്ടോ? നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ? അകത്തെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ? ദൂരെ ഇരിക്കുന്ന മക്കൾ നടന്ന് കടന്നു വരികയാണ്. ബിക്കോസ് ആത്മാവിൻ്റെ കണ്ണിന് എത്ര ദൂരം വരെയും കാണാം. ദൈവവചനം പറയുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ആബിഗേൽ എന്ന് പറഞ്ഞ കുഞ്ഞ് ആരോ പിടിച്ചുകൊണ്ട് പോയി. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു. നമുക്കെല്ലാം ഭയം തോന്നി, നമുക്കെല്ലാം പ്രയാസം തോന്നി. കാരണം നമ്മുടെ ദേശത്തൊക്കെ ഇത് നടക്കാമെന്ന് പറയുന്നത് മനസ്സിനങ്ങോട്ട് ചിന്തിക്കാനൊക്കത്തില്ല. അപ്പം ഞാൻ ഞങ്ങളുടെ പ്രേ ഗ്രൂപ്പിലൊക്കെ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു ഒരു കാര്യം. ഞാൻ ദൈവത്തോട് പറഞ്ഞത്, അല്ല ഈ കള്ളന്മാർ എവിടെ പോയിരുന്നാലും എന്നാ, നക്ഷത്രത്തിൻ്റെ ഇടയ്ക്ക് അവർ കൂട് വെച്ചാൽ നീ കാണും, പാതാളത്തിൻ്റെ ഇടയ്ക്ക് പാവിരിച്ചാലും നീ കാണും. ഇത് മനുഷ്യൻ്റെ മുൻപിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നെങ്കിലും ആ കുഞ്ഞ് നിൻ്റെ മുമ്പിൽ നിന്ന് മറിഞ്ഞിട്ടില്ല. അതിനെ ഒരാപത്തും കൂടാതെ തിരിച്ചു കൊണ്ട് കൊടുക്കണം. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ കൊണ്ട് കൊടുക്കുന്നതായിട്ട് എൻ്റെ ആത്മാവിനെ തോന്നിപ്പിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതായിരിക്കും. നമുക്കെപ്പോഴും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സംശയങ്ങളുണ്ടല്ലോ. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചയച്ച വചനം എന്തുവാ? ആകാശമണ്ഡലത്തിൽ നക്ഷത്രത്തിൻ്റെ ഇടയ്ക്ക് അവൻ കൂട് വെച്ചാലും അല്ല പാതാളത്തിന്, ശരിയല്ലേ? ആ പാതാളം അവിടെ തന്നെ ആ കൊച്ചിനെ അവർ സൂക്ഷിച്ചു വെച്ച് അവരങ്ങ് കൊണ്ടുപോയില്ല. പക്ഷേ അവർക്ക് ഉൾക്കൊള്ളാനൊക്കാത്ത വണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ചെന്നു. അനേകരുടെ പ്രാർത്ഥന, അമ്മയപ്പന്മാരുടെ കരച്ചിൽ, പിന്നെ വിശുദ്ധന്മാരുടെ, ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഭൂമിയിലൊന്നും ദൈവം അറിയാതെ നടക്കുന്നില്ല. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഈ വചനത്തിൽ കൂടെ പറഞ്ഞു തരുന്നത്, ഇത് വരുന്നതിന് മുൻപേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. കർത്താവ് പല ഇൻഡിക്കേഷൻ തരും, സൂക്ഷിച്ചോ എന്ന്. കാരണം നമുക്ക് അന്ധകാരമുള്ള ലോകമാണ്. പക്ഷെ ദൈവം അതിന് മുൻപേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേലി കെട്ടി സ്ഥലങ്ങൾ ശുദ്ധിയാക്കി നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ 91-ാം സങ്കീർത്തനത്തിന് അടിയിൽ കൊണ്ടുവരണം. അതെന്താ പഠിപ്പിക്കാത്തത്? അത് പഠിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യാമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അതായത് നമ്മൾ ദൈവത്തിൻ്റെ ആ വെളിച്ചത്തിൽ ജീവിക്കുന്നതാണ് എങ്കിൽ ഈ വരാൻ പാകാവുന്ന പല ആപത്തുകളും നമുക്ക് തട്ടിമാറ്റാൻ സാധിക്കും. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ ഒരാപത്ത് വന്നേച്ച് കിടന്ന് ഈ കൊച്ചിനുള്ള ട്രോമ എല്ലാം കൂടെ കൊണ്ടുവന്ന് ദൈവകൃപയാൽ അതിനാപത്തൊന്നും കൂടാതെ കൊണ്ടുവന്നു. അല്ല എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ? എന്തിനാ ഈ ട്രോമയിൽ കൂടെ പോകുന്നത്? അത് വരാതെ സൂക്ഷിക്കാൻ നമ്മുടെ സ്ഥലത്തുള്ള പ്രാർത്ഥനയ്ക്ക് സാധിക്കത്തില്ലേ? മനുഷ്യൻ്റെ മനുഷ്യത്വം മാറിപ്പോയോ? മനുഷ്യൻ്റെ ദൈവത്വം മാറിപ്പോയോ? നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മൾ ഒരു ടെറിറ്ററി മുഴുവൻ നമ്മൾ നിൽക്കുന്നിടത്ത് ആപത്ത് വരാനൊക്കത്തില്ല എന്ന് പറയാനും മാത്രം നമ്മൾ ഉയരണം. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അതൊക്കെ. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ 2 പത്രോസ് 3:8 പറയുന്നുണ്ട്, എ ഡേ വിത്ത് ദ ലോഡ് ഈസ് ലൈക്ക് 1000 years, 1000 years ഈസ് ലൈക്ക് എ ഡേ ബിഫോർ ദ ലോഡ്. ഒരു ദിവസം ദൈവത്തിൻ്റെ മുമ്പിൽ 1000 ദിവസം പോലെയും, 1000 years 1000 വർഷം പോലെയും, 1000 വർഷം ദൈവത്തിന് മുമ്പിൽ ഒരു ദിവസം പോലെ ആണെങ്കിൽ എന്നൊക്കെ ഏതൊക്കെ അബിഗേലിനെ എവിടെ കൊണ്ട് വെച്ചാലും അവരെവിടെയാണെങ്കിലും ദൈവം കണ്ടു കഴിഞ്ഞിരിക്കുക. കർത്താവ് അത് ചെയ്തു. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ആപത്ത് വരാതിരിക്കാൻ തക്കവണ്ണം ദൈവമേ എൻ്റെ ഈ പ്രാർത്ഥന അയക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ചുറ്റും വേലി കെട്ടിത്തരണമേ. അവർ വഴിതെറ്റിപ്പോകുന്നെന്ന് നീ കാണുന്നെങ്കിൽ ആ വഴി ഇപ്പോഴേ അങ്ങ് അടയ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ ചില സന്ദർഭങ്ങളിൽ ഈ സാഹചര്യങ്ങളിൽ കൂടെ പോകുന്നെങ്കിൽ ദൈവം അതിനെന്തോ ഒരു പോക്കുവഴി കണ്ടിട്ടുണ്ട്. ഐ കനോട്ട് എക്സ്പ്ലെയിൻ എവറിത്തിങ്, ബട്ട് ഡെഫിനറ്റ്ലി ദ ലൈറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വെളിച്ചമുള്ളിടത്ത് ഇരുളിന് ശക്തിയില്ല. ഇരുളിനെ അടിച്ചോടിക്കേണ്ട ചുമതല വെളിച്ചമുള്ളവരാകുന്നു നമ്മുടെ ജോലി. അതിനി ദൈവം ഇറങ്ങി വരുന്ന ആരും വിചാരിക്കല്ലേ. ദൈവം നമ്മളെ ഏൽപ്പിച്ചെന്ന് ഞാൻ 115-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ ഞാൻ പഠിപ്പിച്ചു. ദൈവം സ്വർഗം ദൈവത്തിൻ്റെതാന്ന്, ഭൂമി നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. നമ്മളാണ് ഇതിൻ്റെ തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തിൽ ഉറച്ചു നിന്ന് വിശ്വസിച്ച് മുൻപോട്ട് പോവുക. യെശയ്യാ 61 തന്നെ അവസാനം 60 ഇനി നിൻ്റെ ദേശത്ത് സാഹസവും, ആ വെളിച്ചമായാൽ ഇനി നിൻ്റെ ദേശത്ത് സാഹസവും നിൻ്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല.
വചനം എടുത്ത് ഇതൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു അടുത്തായിരുന്നെങ്കിൽ ആ കൊച്ചിൻ്റെ വീട്ടിൽ ചെന്ന് ഇതൊക്കെ ഒന്ന് പറയാമെന്ന്. കാരണം കർത്താവിൻ്റെ മക്കളുള്ളിടത്ത് ദൈവത്തിൻ്റെ ശക്തി ഇത് വരുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കണം. നിൻ്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിൻ്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും പറഞ്ഞ് നമ്മൾ വാതിലുകൾക്ക് സ്തുതി രക്ഷ എഴുതുക. കുഞ്ഞുങ്ങളിരിക്കുന്നതിന് ചുറ്റും എഴുതി കൊടുക്കുന്നു. പകൽ നേരത്ത് നിനക്ക് വെളിച്ച സൂര്യനല്ല, നിനക്ക് വെളിച്ചം തരുന്ന ചന്ദ്രനല്ല, യഹോവ നിൻ്റെ നിത്യപ്രകാശവും നിൻ്റെ ദൈവം നിൻ്റെ തേജസ്സുമാവുന്നു. നിൻ്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിൻ്റെ ചന്ദ്രൻ മറഞ്ഞു പോയില്ല. യഹോവ നിൻ്റെ പ്രകാശമായിരിക്കും, നിത്യപ്രകാശം. നിൻ്റെ ദുഃഖകാലം തീർന്നു പോയിരിക്കുന്നു. അതാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് ജീവൻ്റെ വെളിച്ചമാകിയാൽ ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉന്നതനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപമേൽ കൃപ ചൊരിയുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ആകാശത്തെയും ഭൂമിയെയും ഭൂതലത്തെയും സൃഷ്ടിച്ച ദൈവം തൻ്റെ വെളിച്ചമയക്കുമ്പോൾ ഇരുട്ടിന് കാര്യമില്ല. ഇരുട്ട് നിൽക്കത്തില്ല. പകല് സമയത്ത് ദുഷ്ടന്മാർ വന്ന് ആ കൊച്ചിനെ കൊണ്ട് വന്നിട്ട് അവർ രക്ഷപ്പെട്ടു പോയി. എന്താ അവിടെയെങ്ങും വെളിച്ചമില്ല. വെളിച്ചമുണ്ടെങ്കിൽ കള്ളൻ അവനെ കാണാതിരിക്കുമോ? അപ്പം ദുഷ്ടതയ്ക്ക് അത്രമാത്രം പ്രബലതയാണ് ദേശത്ത്. ദ ഡാർക്ക്നെസ് ഈസ് ഹോവറിങ് ലോർഡ്. അതിനെ വെട്ടിമാറ്റാൻ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതൊന്നും ഞങ്ങളുടെ കുടുംബങ്ങളിലോ മക്കളിലോ മരുമക്കളിലോ കൊച്ചുമക്കളിലോ ഞങ്ങളുടെ ദേശത്തോ വരുത്തല്ലേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇത് സംഭവിപ്പിക്കല്ലേ അപ്പച്ച. നിൻ്റെ വെളിച്ചം അയച്ചാട്ട്. നിൻ്റെ പ്രകാശത്തെ ഇരുട്ടിനെ പ്രവർത്തിക്കാൻ ഇടയിലപ്പച്ച. ദൈവ വെളിച്ചങ്ങളുള്ളിടത്ത് പിശാചിന് കയറാനൊക്കത്തില്ല. ശത്രു അങ്ങനെ അഹങ്കാരത്തോടെ നിൽക്കുന്നത് നീ കാണുന്നു. നിൻ്റെ ഒരു ഇടിമിന്നലയച്ചാൽ ശത്രുവിനെ തീ കത്തിച്ച് കളയാം. അപ്പച്ചനത് ചെയ്യണം കർത്താവേ. ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്ന ഒരു ദൈവം, പ്രകാശം ഇരുട്ടിലായി ഉദിച്ച ദൈവം, വലിയ വെളിച്ചമായിട്ട് സൂര്യൻ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പം നിത്യപ്രകാശമാകുന്ന ക്രിസ്തു നമ്മുടെ വെളിച്ചമായി നിൽക്കുമ്പോൾ ഏതാപത്താണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളെ പരിപാലിക്കുന്ന ആ ചിറകിൻ്റെ കീഴിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും സൂക്ഷിക്കണമേ. ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിന് നന്ദി. ഈ മഹത്വത്തിലേക്ക് അനേകർ കയറി വരട്ടെ അപ്പച്ച. ആ പ്രകാശം ഒരിക്കലും മാറുന്നില്ലല്ലോ. നീക്ക് ഗതിഭേദങ്ങളില്ലല്ലോ അപ്പച്ച. നീ വികാരത്തിലല്ലല്ലോ കളിക്കുന്നത് അപ്പച്ചൻ. ആ നിയമങ്ങൾക്ക് തെറ്റുപറ്റത്തില്ല. ആ നിയമങ്ങൾ പഠിപ്പിക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.